രാഷ്ട്രീയ പാർട്ടികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ തിരക്കിലായപ്പോൾ ബിജെപി രഹസ്യമായി നടത്തിയ കള്ളക്കളി പുറത്തായി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ മാത്രം 6000-ഓളം കള്ളവോട്ട് ചേർക്കാൻ ബിജെപി ശ്രമം നടത്തിയിരിക്കുകയാണെന്ന് യുഡിഎഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും കള്ളവോട്ട് ചേർക്കുന്നത് തടയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകും. നടപടിയുണ്ടായില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ യുഡിഎഫ് പ്രത്യക്ഷ സമരത്തിന് മുന്നിട്ടിറങ്ങും. വോർക്കാടി, മീഞ്ച, മഞ്ചേശ്വരം, പൈവളികെ ഭാഗങ്ങളിലാണ് വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച ഇലക്ഷൻ കമ്മീഷൻ ഒരുപാട് സന്നാഹങ്ങളോട് വോട്ട് ചേർക്കാൻ വേണ്ടി വളരെയേറെ താഴേക്കിടയിൽ പ്രചരണങ്ങൾ നടത്തി കൊടുത്ത അവസരം. കേരളത്തിന് പുറത്തുള്ള മംഗളൂരു, വിഡ്ല, പുത്തൂർ ഭാഗങ്ങളിലുള്ള ആളുകളെ ബന്ധുവീടുകളിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വോട്ടർമാരാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനല്ല ബിജെപിയുടെ ഈ ശ്രമം. മാസങ്ങൾക്കുള്ളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലം പിടിക്കാനാണ് ബിജെപി രഹസ്യമായി കള്ളവോട്ട് ചേർക്കുന്നത്. 2017 ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ അവസരം നൽകിയിരുന്നു. മഞ്ചേശ്വരം നിയോജക മണ്ഡലങ്ങളിൽ 8003 അപേക്ഷകളാണ് ഈ സമയത്ത് ലഭിച്ചത്. ഇതിൽ 6355 വോട്ടർമാരുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും 1599 പേരുടെ അപേക്ഷകൾ തള്ളുകയും ചെയ്തിരുന്നു. 49 അപേക്ഷകൾ VLOമാരുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. 79.40% പേരെയാണ് അന്ന് വോട്ടർ ലിസ്റ്റിൽ ചേർത്തത്. ഇതിൽ CPMന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും മുസ്ലിം ലീഗിന്റെയും അനുഭാവികളെല്ലാം ഉൾപ്പെട്ടതാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ 6000-ഓളം കള്ളവോട്ടുകൾ രഹസ്യമായി ചേർക്കാൻ BJP ശ്രമം നടത്തുന്നതെന്ന് UDF ജില്ലാ ചെയർമാൻ MC കമറുദ്ദീൻ, NA നെല്ലിക്കുന്ന് MLA, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ, ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ എന്നിവർ ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അതിന്റെ ഭൂരിപക്ഷവും കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ വിഷയമല്ല. ഇപ്പോൾ ഉള്ള വിഷയം ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈറ്റ് ഫൈറ്റ് അല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടൈറ്റ് ഫൈറ്റ് അല്ല. കാസർഗോഡ്, ഉദുമ നിയോജക മണ്ഡലങ്ങളിൽ 4352 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ 3199 പേരെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും 1123 അപേക്ഷകൾ തള്ളുകയും ചെയ്തിരുന്നു. 30 അപേക്ഷകൾ VLOമാരുടെ റിപ്പോർട്ടിനായി തീർപ്പാക്കാനായി വെച്ചിരിക്കുകയാണ്. കള്ളവോട്ട് ചേർക്കുന്നതിനായി വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ 5 മണിക്കു ശേഷം പ്രവർത്തിക്കുന്നതായി UDF നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. കള്ളവോട്ട് ചേർക്കുന്ന കാര്യം LDF സർക്കാരും CPM നേതൃത്വവും അറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയും ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതായി UDF ആരോപിച്ചു. ജില്ലാ കളക്ടർക്ക് പോലും ഇത്തരത്തിൽ വോട്ട് ചേർക്കുന്ന വിവരം അറിയാമെന്നും എന്നിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഇതിനു മുമ്പും അതിർത്തി ഗ്രാമങ്ങളിലുള്ള ആളുകളെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കള്ളവോട്ടായി ചേർക്കുന്ന കാര്യം മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ BJP നടത്തുന്ന രഹസ്യ നീക്കത്തിൽ മാധ്യമങ്ങളും ജാഗ്രത പാലിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യേണ്ടതുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. മംഗളൂരു, വിഡ്ല, പുത്തൂർ ഭാഗങ്ങളിലുള്ളവരെയാണ് വ്യാപകമായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJP ചേർത്തുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലം കള്ളവോട്ട് ചേർത്ത് പിടിച്ചടക്കാമെന്ന് BJPയുടെ കണക്കുകൂട്ടലെന്നും ഇത് ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന ദിവസമായ ഏപ്രിൽ 3 വരെ വിട്ടുപോയവർക്ക് വോട്ടർ ലിസ്റ്റിൽ പേരിൽ ചേർക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. ഇത് മറയാക്കിയാണ് BJP കള്ളവോട്ട് ചേർക്കാൻ ശ്രമിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നിന്നും ചേർക്കുന്ന അതേ വോട്ടർ ലിസ്റ്റിലാണ് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലും ഉപയോഗിക്കുകയെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വാർത്ത.